കേരളം കാത്തിരിക്കുന്ന മറ്റൊരു തൃത്താല പോരാട്ടം. 2021 കണ്ട ആവേശകരമായ പോരാട്ടം 2026 ആവർത്തിക്കപ്പെടുമോ? സോഷ്യൽ മീഡിയയിലെ താരപോരാട്ടത്തിനപ്പുറം തൃത്താലയുടെ മണ്ണ് ആർക്കൊപ്പം നിൽക്കും? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ എല്ലാവരുടെയും ചോദ്യം ഒന്നു മാത്രം: MP രാജേഷും VT ബൽറാമും വീണ്ടും തൃത്താലയിൽ ഏറ്റുമുട്ടുമോ? തൃത്താലയുടെ മണ്ണ് ഇനി ആർക്കൊപ്പം? തൃത്താല കേവലം ഒരു മണ്ഡലമല്ല, അതൊരു വികാരമാണ്. പറയിപ്പറ്റ പന്തിരകുലത്തിന്റെ ഐതിഹ്യമുറങ്ങുന്ന VT ഭട്ടതിരിപ്പാടിന്റെ സാമൂഹിക വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണ്. ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗലശ്ശേരി, പരതൂർ, പട്ടിത്തറ, തിരുമിറ്റക്കോട്, തൃത്താല എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് തൃത്താല. ഒരു കാലത്ത് ചുവപ്പ് കോട്ടയായിരുന്ന തൃത്താലയെ 2011 VT ബൽറാം UDF പാളയത്തിലെത്തിക്കുന്നത്. 2016 ഭൂരിപക്ഷം 10,000 മുകളിലേക്ക് ഉയർത്തി ബൽറാം മണ്ഡലം ഭദ്രമാക്കി. എന്നാൽ 2021 മുൻ MP കൂടിയായ MP രാജേഷിനെ കളത്തിലിറക്കി CPM മണ്ഡലം തിരിച്ചുപിടിച്ചു. വെറും 3016 വോട്ടുകൾക്കായിരുന്നു ആ വിജയം. നിയമസഭാ സ്പീക്കറായും മന്ത്രിയെയും തിളങ്ങുന്ന രാജേഷിന്റെ വികസന രാഷ്ട്രീയവും ബൽറാമിന്റെ ജനകീയതയും തമ്മിലുള്ള രണ്ടാം ഘട്ട പോരാട്ടത്തിനാണ് തൃത്താല വേദിയാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പൊന്നാനി മണ്ഡലത്തിന്റെ ഭാഗമായ തൃത്താലയിൽ UDF സ്ഥാനാർത്ഥി MP അബ്ദുൾ സമദ് സമദാനി നേടിയത് 59,820 വോട്ടുകളാണ്. LDF ലഭിച്ചതാകട്ടെ 50,617 വോട്ടുകൾ മാത്രം. അതായത് 9,203 വോട്ടിന് ലീഡ് UDFനുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാലും കോൺഗ്രസിന് ആത്മവിശ്വാസം വർദ്ധിക്കും. തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 5ലും നിലവിൽ UDF ഭരണമാണ്. പട്ടിത്തറ, ആനക്കര, ചാലിശ്ശേരി പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തിയപ്പോൾ 25 വർഷത്തിനു ശേഷം തൃത്താല പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുകയും ചെയ്തു. കപ്പൂർ പഞ്ചായത്ത് ഭരണം UDF തിരിച്ചുപിടിച്ചതാകട്ടെ 10 വർഷത്തിന് ശേഷവും. പരതൂരും തിരുമിറ്റക്കോടും നാഗലശ്ശേരിയുമാണ് നിലവിൽ ചെങ്കൊടി പാർന്നത്. ഇതിൽ നാഗലശ്ശേരിയിൽ വൻ ഭൂരിപക്ഷമാണ് LDFനുള്ളത്. സ്ഥാനാർത്ഥിയാകുമോ എന്നതിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും മണ്ഡലത്തിൽ വീണ്ടും ഒരു പോരാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് ബൽറാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ CPMന് കനത്ത തോൽവിയെന്നായിരുന്നു VT ബൽറാമിന്റെ പ്രതികരണം. 2021 തോൽവിക്ക് ശേഷവും ബൽറാം മണ്ഡലത്തിൽ സജീവമാണ്. യുവജനങ്ങളുടെ പിന്തുണയും സോഷ്യൽ മീഡിയ സ്വാധീനവും അദ്ദേഹത്തിന് കരുത്തേകുന്നു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ബൽറാമിന് കഴിയുമെന്നാണ് കോൺഗ്രസിന് വിശ്വാസം. പ്രാദേശികമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചതായി കോൺഗ്രസ് നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ജില്ലാ നേതൃത്വവും പ്രവർത്തകരും തൃത്താല തിരിച്ചുപിടിക്കാൻ ബൽറാം തന്നെ വരണമെന്ന നിലപാടിലാണ്. എന്നാൽ മറ്റു തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യമാകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ്. കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചെടുക്കാനെത്തിയ MP രാജേഷ് തന്നെ വീണ്ടും പോരാട്ടത്തിനിറങ്ങുമെന്ന് ഉറപ്പാണ്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പദ്ധതികൾ രാജേഷിന് മുതൽക്കൂട്ടാണ്. മണ്ഡലത്തിൽ അദ്ദേഹം നടത്തുന്ന നേരിട്ടുള്ള ഇടപെടലുകൾ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ സഹായിക്കുമെന്ന് LDF കണക്കുകൂട്ടുന്നു. തൃത്താലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ആർക്കനുകൂലമാകുന്നു എന്നത് വിജയത്തിൽ വലിയ പങ്കുവഹിക്കും. ഇരു നേതാക്കളും സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ളവരായതുകൊണ്ട് കന്നി വോട്ടർമാരുടെ നിലപാട് വളരെ പ്രധാനമാണ്. നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ തൃത്താലയിൽ ഒരു ഫോട്ടോ ഫിനിഷ് പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ ബൽറാമിന് മണ്ഡലം തിരിച്ചുപിടിക്കാം. എന്നാൽ MP രാജേഷിന്റെ വ്യക്തിപരമായ സ്വാധീനവും വികസന നായകൻ എന്ന ഇമേജും ഇടതുപക്ഷത്തിന് ചെറിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. അതെ, തൃത്താല വെറുമൊരു മണ്ഡലമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന പരീക്ഷണശാലയാണ്. ഒരു വശത്ത് വികസന തുടർച്ചയും മന്ത്രിപദവിയുടെ കരുത്തുമായി LDFനും MP രാജേഷ്, മറുവശത്ത് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ ജനകീയ അടിത്തറയുമായി UDFന്റെ VT ബൽറാം. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമോ അതോ വികസനത്തിന് വിസിൽ മുഴങ്ങുമോ? 2021 ആ 3000 വോട്ടുകളുടെ നേരി വ്യത്യാസം 2026 കടപുഴകുമോ അതോ കോട്ടയായി മാറുമോ? ഉത്തരത്തിനായി തൃത്താല ഒരുങ്ങിക്കഴിഞ്ഞു. കാത്തിരിക്കാം കേരളം കാത്തിരിക്കുന്ന ആ മഹായുദ്ധത്തിനായി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.